ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എമ്പുരാന്റെ ടീസർ നമ്മൾ വീഡിയോ ചെയ്യുന്ന തന്നെ നമ്മളെ എമ്പുരാൻ ടീസർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആരാധകർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാനാണെങ്കിൽ പറയുമ്പോൾ വെറും ഒരു ടീസറാണ്, സിനിമ പോലും അല്ല, ഒരു ടീസറിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവങ്ങൾ ഉണ്ടാവില്ലേ, ചില ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനുള്ളൊരു വെയിറ്റിംഗ് ഉണ്ട്. ഈ അതുപോലെയാണ് ഈ ഒരു ചെറിയ ടീസറിന് വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്നത് തന്നെയാണ്. ഒരു സിനിമയുടെ ടീസർ ഇറങ്ങുന്നതിനുള്ള ഒരു ആഘോഷം കേൾക്കുന്നത് നമ്മളെ മെഗാസ്റ്റാറിന്റെ വരെ സിനിമ പോലും മാറ്റി സമയം പോസ്റ്റ്പോണ്ട് ചെയ്തിട്ട് നമ്മൾ ടീസർ കാണിക്കുന്നുണ്ടെന്ന് കേട്ടത്. കാരണം ഇതിൽ ഒരു അത്ഭുതവും ഇല്ല. കാരണം ഞാൻ എപ്പോഴും നമ്മൾ ഇപ്പം ഈയിടെ ആയിട്ട് ശരിയാണ്, ലാലേട്ടനെ നമുക്ക് പോലും ദേഷ്യം തോന്നുന്ന പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അഭിനയത്തിലായാലും ഇവൻ ഡയറക്റ്റ് പോലും ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനൊന്നും ഒരു യഥാർത്ഥ ഫാൻ എന്നുള്ള നിലയിൽ മോശം ചെയ്യണത് നമ്മൾ അങ്ങനെ തന്നെ പറയുന്നത് വേണം. അതൊക്കെ സമ്മതിച്ച് കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹത്തിന് നേരാണ് നല്ലൊരു സിനിമയായിട്ട് നമ്മുടെ മുമ്പിൽ വന്നത്. പക്ഷേ അദ്ദേഹത്തിന് അഭിനയം അറിയില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മമ്മൂക്ക കുറച്ച് നല്ല സിനിമ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ പൊക്കി പിടിച്ച് നടക്കുന്നവരോട് എനിക്ക് പറയാൻ സത്യത്തിൽ അവരോടൊന്നും പറയാനില്ല. കാരണം നമ്മളല്ല, ചെറിയ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ. കാരണം ലാലേട്ടൻ എന്ന് പറഞ്ഞാല്, കാരണം ആരൊക്കെ ഇവിടെ നിന്ന് എന്തൊക്കെ എത്ര കുറച്ചാലും ഈ അഭിനയം എന്ന് പറഞ്ഞ കലയിലെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മുമ്പന്തിൽ നിൽക്കുന്നതാണ് ലാലേട്ടൻ. ഇനി അത് അടക്കട്ടെ, വലിയൊരു ആക്ടർ മാത്രമാണോ? അതുമല്ല. ഈ സ്റ്റാർഡം മലയാളത്തിൽ ഇങ്ങനെ പോലത്തെ എത്ര സ്റ്റാർഡത്തിൽ വന്ന ഒരാളും ഇല്ല. മെഗാസ്റ്റാർ എന്നൊക്കെ ചുമ്മാ പേര് പറയണം, മമ്മൂക്കനോടുള്ള ഒരു ദേഷ്യം വെച്ച് പറയല്ല, റെസ്പെക്ടോടെ കൂടി തന്നെ പറയാണ്. എന്നാ പോലും ലാലേട്ട് അത്ര സ്റ്റാർഡമുള്ള ഒരു ആക്ടർ മലയാള സിനിമയിൽ ഉണ്ടായില്ല. ഇനി സ്റ്റാറിനെ വെച്ച് പറയുകയാണെങ്കിൽ, ഇനി അഭിനയത്തിനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക സിനിമയിൽ തന്നെ ഏറ്റവും നല്ല ആക്ടേഴ്സിൽ ഒരാള്. സോ ഇപ്പം അദ്ദേഹത്തിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പാസ്റ്റ് അറിയാത്തവരും പിന്നെ ചുമ്മാ ഇപ്പം പെട്ടെന്ന് വേറൊരു ആക്ടർ കുറെ നല്ല സിനിമകൾ ചെയ്തപ്പോൾ അത് ചുവടുപിടിച്ച് പറഞ്ഞവരായിരിക്കും. പോട്ടെ, അദ്ദേഹം ചെയ്ത മോശം ഞാൻ ഇപ്പോഴും മോശമായിട്ട് തന്നെ പറയുന്നു. വറസൊക്കെ എനിക്ക് ആ സിനിമയൊക്കെ കണ്ടതിന് ശേഷം പോട്ടെ, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കണ്ട. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. ഈ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് അധിക്ഷേപിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് അവർക്ക് അദ്ദേഹം എന്താണെന്നും അഭിനയം എന്താണെന്നും അദ്ദേഹത്തിന്റെ സ്റ്റാർഡം എന്താണെന്നും അറിയാത്ത, അതൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ഇന്ന് നടക്കുന്ന സംഭവം നോക്കിയാൽ മതി. ഇന്ന് ഒരു സിനിമയുടെ ടീസറാണ് ഇറങ്ങുന്നത്. അതിനുള്ള ആഘോഷം നിങ്ങളൊന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി. അപ്പം ഇതിന്റെ കൂടെ ഈ ടീസർ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അതിൽ രണ്ട് വീഡിയോസ് ഉണ്ട്. അത് നമുക്ക് ആദ്യം കണ്ടിട്ട് അത് ജസ്റ്റ്, കാരണം രണ്ട് മാറ്റേഴ്സാണ്. ഒന്ന് ആദ്യം മുരളി ഗോപി ഈ അടുത്ത് നടന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു ഫംഗ്ഷന് പറഞ്ഞ കാര്യമുണ്ട്. അത് നമുക്ക് ആദ്യം കേൾക്കാം. Basically, Empuran is not a sequel to Lucifer. Empuran എന്ന് പറയുന്നത് is part of a trilogy. ഒരു ത്രയം, 3 ഫിലിം ഫ്രാഞ്ചൈസ് ആണ് ലൂസിഫർ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. അത് അങ്ങനെ കൺസീവ് ചെയ്തിട്ടുള്ള സിനിമയാണ്. സോ ദിസ് ഇസ് നോട്ട് എ സീക്വൽ ടു ലൂസിഫർ. ദിസ് ഇസ് എ സ്റ്റാൻഡ് അലോൺ സെക്കൻഡ് പാർട്ട്, സ്റ്റാൻഡ് അലോൺ ഫിലിമുമാണ്. അതേസമയം ഫ്രാഞ്ചൈസിന്റെ മിഡ് പീസാണ്, വിച്ച് വിൽ ബി ഫ്ലാങ്ക് ബൈ ദ ഫസ്റ്റ് പാർട്ട് ആൻഡ് ദ കൺക്ലൂഷൻ. സോ ആ രീതിയിലാണ് അത് കൺസീവ് ചെയ്തിട്ടുള്ളത്. സോ അതിന് പ്രത്യേക ഒരു പ്രഷർ അല്ല, ബിക്കോസ് ഇറ്റ് വാസ് കൺസീവ്ഡ് വേ ബിഫോർ റൈറ്റിംഗ് ദ സെക്കൻഡ് പാർട്ട്. അപ്പൊ നമ്മള് സിനിമ കാണാൻ പോവില്ല എന്ന് എനിക്കറിയാം. എന്നാൽ പോലും ടീച്ചർ ആണെങ്കിൽ പോലും നമ്മളൊരു പ്രതീക്ഷിക്കേണ്ടത്, അതായത് എമ്പുരാൻ ഇത് മുന്നേ അദ്ദേഹം പറഞ്ഞാണ്, വ്യക്തമായിട്ട് ഇങ്ങനെയാ പറഞ്ഞത്, എമ്പുരാന് ലൂസിഫറിന്റെ സീക്വൽ അല്ല, മോർ ഓഫ് എ പ്രീക്വൽ എന്നാണ് മുന്നേ പറയുന്നത്. ഇപ്പോഴും അദ്ദേഹം അതിനെ ഉദ്ദേശിക്കുന്നത്. അതായത് സീക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു കൊടുത്തുനിന്ന് സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് സീക്വൽ അല്ല എന്ന് പറയുമ്പോൾ, പക്ഷെ അതിനോട് എനിക്ക് സന്തോഷം തോന്നി വേറെ കാര്യമുണ്ട്. ഒരു സ്റ്റാൻഡ് അലോൺ മൂവിയാണെന്ന് പറയുന്നത്. അത് വളരെ നന്നായി. കാരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കരുത്, ഇപ്പൊ ഇത് ഒരുങ്ങാൻ പോകുന്നത് ഒരു KGF 2 ലെവലിലൊക്കെയാണ്. എനിക്ക് 100% ഉറപ്പാണ് വലിയൊരു സിനിമയായിട്ടാണ് ഇത് ഒരുങ്ങാൻ പോകുന്നത്. സോ അപ്പൊ അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ ഞാനിത് പാൻ ഇന്ത്യൻ ഒരു റീച്ച് കിട്ടണം. ഞാൻ ചിന്തിക്കുന്നത്, ലൂസിഫർ ഇനി കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ എമ്പുരാൻ കണക്ട് ആവുമെന്ന് ചിന്തിച്ചിരുന്നു അതിനെ പറ്റിയിട്ട്. അപ്പം അതിനുള്ള ഒരു ആശ്വാസം പോലെയാണ്. ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവി, അതായത് 3 ഇൻസ്റ്റാൾമെന്റ് വരുന്ന ഒരു ഫ്രാഞ്ചൈസീസ് ഉള്ള ഒരു മൂവിയുടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്. അതായത് ഇതൊരു സ്റ്റാൻഡ് അലോൺ എന്ന് പറയുമ്പോൾ അത് സന്തോഷമാണ്. കാരണം ഇതിപ്പോ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്കും, അത് ലൂസിഫർ കാണാതെ ഈ സിനിമ കാണുന്ന ആൾക്കാർക്കും അത് കംപ്ലീറ്റ് അതേപോലെ തന്നെ കിട്ടും എന്നുള്ളത് അതിന്ന് വ്യക്തമാണ്. സോ നമ്മളിപ്പം കാണാൻ പോകുന്ന മിക്കവാറും എബ്രാം ഖുറേഷി എങ്ങനെയാണ്, അതായത് ലൂസിഫർ നമ്മൾ കണ്ടത് ലാലേട്ടന്റെ ഇപ്പം ഉള്ള കാലമാണ്. പക്ഷെ അതിന് മുമ്പേ ആ സിനിമയിൽ തന്നെ പറയുന്ന ഇത്ര വർഷം നീ എവിടെയായിരുന്നു ഫാസിൽ ചോദിക്കുന്നുണ്ടല്ലോ. സോ അതിനുള്ള ഉത്തരമായിരിക്കും എമ്പുരാനുള്ളതാണ് എനിക്ക് ബലമായ ശംസം. കാരണം നമ്മൾ ഈ ലാസ്റ്റ് ടീസർ റിലീസ് ചെയ്ത പോസ്റ്ററിൽ കണ്ടതാണ്. ഒരു ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ എവിടേക്കോ, കാരണം അവിടുത്തെ ഒരു യുദ്ധം, പോസ്റ്റ് വാർ കഴിഞ്ഞിട്ടുള്ള ആ സീനാണ് ആ പോസ്റ്ററിൽ കാണിക്കുന്നത്. സോ
എന്തായാലും രണ്ട് കാര്യങ്ങളും ഉണ്ടാവും. അതായത് കാരണം ജിതിൻ രാംദാസിന്റെ ക്യാരക്ടർ ഉണ്ട്. സോ അഫ്കോഴ്സ് അതിൽ ഈ പ്രസന്റ് കാലം എന്തായാലും കാണിക്കും. അതിന്റെ കൂടെ തന്നെ എങ്ങനെ എംബ്രാം ഖുറേഷി ആയിന്നോ അല്ലെങ്കിൽ ഒരു കുറച്ച് എനിക്ക് ഒരു പാസ്റ്റ് കാണിക്കുന്ന ഒരു സീനും മേ ബി കുറെ ഒരു ഭാഗം ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അതുകൊണ്ടായിരിക്കും ഇതിന്റെ ഒരു സീക്വൽ അല്ല എന്ന് അവർ പറയുന്നത്. അതായത് മൂന്നാമത്തെ ഇറങ്ങുമ്പോഴാണ് ഇത് കൺക്ലൂഡ് ആവുള്ളൂ. തേർഡ് പാർട്ട് വരുമ്പോഴേ ഈ സിനിമ കൺക്ലൂഡ് ആവുള്ളൂ. അതിന്റെ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തത് ഒരു ഇൻസ്റ്റാൾമെന്റ് പോലെ ഒരു ഒന്നാമത്തെ കാര്യം ഇതാണ്. നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അത് ലൂസിഫറിന്ന് അതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവാതെ ഈ 3 സിനിമ അടങ്ങുന്ന ഈ ഒരു ഫ്രാഞ്ചൈസിയിലെ ഒരു രണ്ടാമത്തെ പാർട്ടായിട്ട് അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ആ സിനിമ മാത്രം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അത് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു വീഡിയോ ഉണ്ട്. കാരണം ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ബാഹുബലി സംഭവിച്ചു. അപ്പൊ നമ്മൾ അത് തെലുഗു സിനിമയ്ക്ക് ആ ബഡ്ജറ്റ് ഉണ്ട്, അപ്പൊ അത് അവര് ചെയ്തു. ഒരു KGF വന്നു. നമ്മളെക്കാൾ ചെറിയ ഇൻഡസ്ട്രിയിൽ നമ്മൾ വിശ്വസിച്ചിരുന്ന കന്നഡയിൽ നിന്നൊരു KGF വന്നു. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? നമ്മളും ചെയ്യും. ഇപ്പോൾ എനിക്കറിയില്ല എത്ര പേര് ഈ സിനിമയുടെ ഒരു വലുപ്പം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എന്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇത് ഇന്ത്യയിൽ തന്നെ ഇതുവരെ ഇറങ്ങിയ ഏറ്റവും വലിയ സിനിമയായിട്ടേക്കും നാളെ നമ്മൾ ടീച്ചർ ആണോ നമുക്ക് മനസ്സിലാവും. എനിക്ക് 100% ഉറപ്പാണ്. പൃഥ്വിരാജ് ഇത് പറയുമ്പോൾ അവസാനം ആ പറഞ്ഞ ആ ഒരു ഇത് നമ്മളും ചെയ്യുന്നു പറഞ്ഞ ആ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് മനസ്സിലാവും ഇത് ഞാൻ ചെയ്യുന്നുള്ള അതിൽ കാണാൻ പറ്റുന്നു. നമുക്കത് ഇന്ന് ടീച്ചർ ഇറങ്ങുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ KGF, സലാറൊക്കെ നമ്മൾ കണ്ട ഒരു ക്യാൻവാസിലെ ബാഹുബലി അല്ലെങ്കിൽ KGF ലേറ്റസ്റ്റ് ഇറങ്ങിയപ്പോൾ സലാർ ആ ഒരു വലുപ്പത്തിലും അതിനെക്കാട്ടും വലുപ്പത്തിലും നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സിനിമയായിരിക്കും. ആദ്യത്തെ സിനിമ, മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സിനിമ എന്ന രീതിയിൽ അദ്ദേഹം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതാണ് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് ടീസർ കാണുമ്പോൾ അത് മനസ്സിലാവും. ഈ രണ്ട് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ട് വന്നത്. അടുത്ത വീഡിയോയിൽ വേണ്ടതാണ്. ടീസർ വരാൻ വെയിറ്റ് ചെയ്യാണ്. അതിന്റെ റിയാക്ഷൻ അത് ഇറങ്ങുമ്പോൾ തന്നെ അതിന്റെ റിയാക്ഷൻ ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ വേണ്ടി കാണാം. ബൈ.